നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പ്രവാസി സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. നീണ്ടകര പാലം മുതൽ കരുനാഗപ്പള്ളി വരെയുള്ള അടുത്ത അപ്ഡേറ്റാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയ്ക്കകത്ത്. നീണ്ടകര പാലത്തിൻ്റെയൊക്കെ നമ്മൾ കൊല്ലം ബൈപ്പാസിന് മുമ്പേ ഉള്ള കാഴ്ചയിൽ ഒന്നുകൂടെ കാണിച്ചിട്ടുള്ളതാണ്. വീണ്ടും നമ്മൾ സാധാരണ രീതിയിൽ വീഡിയോ എടുക്കുമ്പോൾ നമ്മൾ നീണ്ടകര പാലത്തിൻ്റെ അടുത്തുനിന്ന് തന്നെ വീണ്ടും കാണിച്ചു തുടങ്ങുകയാണ്. ഇവിടെ ഇപ്പം വലതുഭാഗത്തായിട്ടുള്ള പാലത്തിൻ്റെ മുകളിലെ പകുതിയോളം കോൺക്രീറ്റ് വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ബാക്കി പകുതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കോൺക്രീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. അതുപോലെ ഇടതുഭാഗത്തായിട്ടാണ് കുറേ കൂടി ഗർഡറുകൾ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ മുമ്പോട്ട് വരുന്നിടത്ത് ഇടതുഭാഗത്ത് കോൺക്രീറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ ഷീറ്റൊക്കെ വെക്കുന്ന പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞേച്ച് പിന്നെ നമ്മൾ മുമ്പോട്ട് പോവുകയാണ്. നീണ്ടകര ശക്തികുളങ്ങര ഹാർബർ നീണ്ടകര പാലം കഴിഞ്ഞേച്ച് നേരെ ഇനി സെൻറ്റ് സെബാസ്റ്റ്യൻ ചർച്ച് വരുന്ന ഭാഗത്തേക്കാണ് പോകുന്നത്. അതിനിടയ്ക്കൊരു അണ്ടർപാസിൻ്റെ നിർമ്മാണം താണ്ടി ഇതുപോലെയുണ്ട്. അത് കഴിഞ്ഞിട്ട് നേരെ മുമ്പോട്ട് ഈ അണ്ടർപാസ് കഴിഞ്ഞേച്ച് വരുന്ന ഭാഗത്ത് അപ്രോച്ച് റോഡിന് വേണ്ടിയിട്ട് മണ്ണിട്ട് ഫില്ല് ചെയ്ത് വരുന്ന പണിയാണ് നടക്കേണ്ടത്. അത് വലിയ പുരോഗമനമൊന്നും ഈ ഒരു ഭാഗത്തായിട്ടില്ല. ഈ ഒരു വീഡിയോ വലിയ പ്രതീക്ഷയോടെ ഒന്നും കാണരുത്. കുറേ നാളിന് ശേഷം നാട് കാണാം എന്നുള്ള രീതിയിൽ മാത്രമേ കാണാവുള്ളൂ. ഇപ്പം നമ്മൾ സെൻറ്റ് സെബാസ്റ്റ്യൻ ചർച്ചിൻ്റെ അടുത്തായിട്ടാണ് എത്തിയിരിക്കുന്നത്. ഇടതുഭാഗത്ത് സർവീസ് റോഡിൻ്റെ നിർമ്മാണം ഈ ഒരു ഭാഗത്തായിട്ട് കുറച്ച് കഴിഞ്ഞിട്ടുണ്ട്. ആൾക്കാരെയൊക്കെ അടക്കിയിരുന്ന സ്ഥലം അവിടുന്ന് ഏറ്റെടുത്തിട്ടാണ് അവിടെ സർവീസ് റോഡിൻ്റെയൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങളിപ്പം കുറച്ച് നടത്തിയത്. നേരെ പിന്നെ മുമ്പോട്ട് പോവുകയാണ്. ഇവിടുന്ന് പിന്നെ നമ്മൾ ഈ നീണ്ടകര താലൂക്ക് ഹോസ്പിറ്റൽ എത്തുന്നിടം വരെയുള്ള ഭാഗത്ത് ഈ കാണുന്ന രീതിയിലുള്ള പണിയൊക്കെ ഏകദേശം കഴിഞ്ഞ് കിടക്കുകയാണ്. ഇവിടെ ഇനി സ്ട്രീറ്റ് ലൈറ്റൊക്കെ വെക്കേണ്ട പണികളാണ് ഇനി വരാനുള്ളത്. മുമ്പോട്ട് വരുമ്പം ഇനി സർവീസ് റോഡിൻ്റെ നിർമ്മാണം കുറേ കൂടിയൊക്കെ പുരോഗമിക്കാനുള്ള സ്ഥലമുണ്ട്. പിന്നെ ക്രാഷ് ബാരിയർ കണക്ട് ചെയ്ത് വരേണ്ട സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം ഈ ഒരു ഭാഗത്തായിട്ട് പിന്നെ നമുക്ക് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ക്രാഷ് ബാരിയറിനകത്ത് വെള്ളയും കറുപ്പും പെയിൻറ്റ് അടിച്ചു വെച്ചിട്ടുണ്ട്. അത് കുറേ നാളിന് മുമ്പേ തുടങ്ങിയതാണ്. ഇപ്പം കരുനാഗപ്പള്ളി ഭാഗത്തൊക്കെ പുള്ളിമാൻ ജംഗ്ഷൻ കഴിഞ്ഞ് നമ്മൾ കരുനാഗപ്പള്ളി ഭാഗത്തോട്ടൊക്കെ പോകുമ്പോഴും പുതിയതായിട്ട് പെയിൻറ്റിങ് പണി ആരംഭിച്ചിട്ടുണ്ട്. കുറേ നാളിന് മുമ്പ് അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് പെയിൻറ്റിങ് വർക്കുകൾ ക്രാഷ് ബാരിയറിനകത്ത് വെള്ളയും കറുപ്പും അടിച്ചിട്ടുള്ള പെയിൻറ്റൊക്കെ ഇപ്പം പൊളിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. മാത്രമല്ല ഇതിപ്പോഴേ അടിക്കേണ്ടായിരുന്നെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്രാഷ് ബാരിയറിൻ്റെ രണ്ട് സൈഡിലും ഈ മണ്ണ് വന്ന് സൈഡിൽ ഇങ്ങനെ അടിഞ്ഞുകൂടി കിടക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു മഴ പെയ്യുന്ന സമയത്തൊക്കെ വലിയ വാഹനങ്ങളൊക്കെ സ്പീഡിൽ പോകുന്ന സമയത്തൊക്കെ ഇതിനകത്തോട്ട് അടിച്ച് കയറി ഇപ്പം ഏകദേശം അത് കളറൊക്കെ മങ്ങിയിട്ടുണ്ട്. ഏകദേശം ചെളിയൊക്കെ പിടിച്ച് കിടക്കുന്ന പോലെയാണ്. ഒരു വൃത്തിയായിട്ട രീതിയിലാണ് ഇപ്പോൾ കിടക്കുന്നത്. അത് ഏറ്റവും അവസാന ഘട്ടത്തിൽ രണ്ടാമത്തെ ലെയർ ടാറിങ്ങൊക്കെ കഴിഞ്ഞതിന് ശേഷം ചെയ്തായിരുന്നെങ്കിൽ അത്രത്തോളം വൃത്തിയായി കിടക്കുമെന്നായിരുന്നു തോന്നുന്നത്. ഇപ്പം കരുനാഗപ്പള്ളി ഭാഗത്തൊക്കെ പഴയ അടിച്ചിരിക്കുന്ന ഭാഗത്തൊക്കെ പെയിൻറ്റൊക്കെ ഇളകിപ്പോയി തുടങ്ങിയിട്ടുണ്ട്. നമ്മളിനി ഇപ്പം പരിമണം പെട്രോൾ പമ്പ് എത്തുന്നതിന് മുമ്പ് ഇവിടെ ഇടതുഭാഗത്തായിട്ട് ഒരു പെട്രോൾ പമ്പുണ്ട്. അത് കഴിഞ്ഞേച്ച് നമ്മൾ നേരെ ഇനി പരിമണം ഭാഗത്തോട്ടാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇത്രത്തോളം പണിയാണ്. നമുക്കിപ്പം ഈ ടാങ്ക് നിൽക്കുന്ന, അതായത് വാട്ടർ ടാങ്ക് നിൽക്കുന്ന ഭാഗത്തൊക്കെ ഇടത്തെ സൈഡിലൊക്കെ ആയിട്ട് അവിടെ സർവീസ് റോഡിൻ്റെ ഒക്കെ നിർമ്മാണം ഇനിയും പുരോഗമിക്കാനുണ്ട്. പണി ഇനിയും അത്യാവശ്യം ബാക്കിയുണ്ട്. പിന്നെ ഇടയ്ക്കായിട്ടുള്ള മീഡിയൻ വരുന്ന ഭാഗത്തേക്ക് ക്രാഷ് ബാരിയർ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇനിയും നടക്കാനുണ്ട്. ഇവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇടത്തെ സൈഡിലൊക്കെ ആയിട്ട് സർവീസ് റോഡൊക്കെ ഇനിയും ചെയ്ത് തീർക്കാനായിട്ട് ബാക്കി കാണുന്നുണ്ട്. നമ്മളിതാ കുറച്ചും കൂടെ മുമ്പോട്ട് വരുന്നിടത്താണ് ഇടതുഭാഗത്തായിട്ട് കാണുന്ന കുറേ കൂട്ടം ബിൽഡിങ്ങാണ് ഈ നീണ്ടകര താലൂക്ക് ഹോസ്പിറ്റൽ. നമ്മൾ വീഡിയോ എടുത്ത ദിവസം 17/11/2025 ഇപ്പം ഇതിപ്പം മൂന്നാമത്തെ വീഡിയോ ആണ് ഈ ഒരു ഡേറ്റിൽ എടുത്തിരിക്കുന്ന വീഡിയോ. ഒരുമിച്ചെടുത്ത വീഡിയോ ആണ്. ആദ്യം നമ്മൾ കാവനാട് മുതൽ നീണ്ടകര പാലം വരെയും പിന്നെ മേവറം മുതൽ കാവനാട് വരെയുള്ള രണ്ടാമത്തെ വീഡിയോയും കൊല്ലം ബൈപ്പാസിൻ്റെ വീഡിയോയും അത് കഴിഞ്ഞ് പിന്നെ ഈ ഒരു വീഡിയോ എടുത്തിരിക്കുന്ന സെയിം ഡേറ്റിലാണ് 17/11/2025. ഇനി നമുക്ക് കരുനാഗപ്പള്ളി ഭാഗത്തേക്ക് കുറച്ച് അപ്ഡേറ്റാണ് വരാനുള്ളത്. അവിടെ ഇനി കുറേ കൂടിയൊക്കെ പണി നടക്കാനുണ്ട്. വിശ്വസമുദ്ര കമ്പനിയാണ് കരാർ ഏറ്റെടുത്തിരിക്കുന്നത്. നമ്മളിപ്പം നേരെ എത്തിയിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുത്തൻതുറ ഭാഗത്തേക്കാണ് വരുന്നത്. പുത്തൻതുറ ഭാഗത്തായിട്ടാണ് പിന്നെ ഈ കാണുന്ന അടുത്തൊരു അണ്ടർപാസിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത്. ആൽത്തറമൂട് ശിവക്ഷേത്രത്തിൻ്റെ നേരെ മുമ്പ് ഭാഗത്തായിട്ടാണ് ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. കോൺക്രീറ്റ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് ഇപ്പം ചെയ്തു വരേണ്ട പണിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് സൈഡിലുമായിട്ട് തന്നെ 6 വാൾ ബ്ലോക്ക് പാനൽ എടുത്തു വെച്ച് മണ്ണിട്ട് ഉയർത്തേണ്ട പണിയാണ് നടക്കേണ്ടത്. നമുക്കിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും കുറേ ഡ്രഡ്ജ് ചെയ്ത് അടിച്ച് ഇവിടെ ഇപ്പം ലോഡ് കൊണ്ടുവന്ന് ഇറക്കി ഇട്ടിട്ടുണ്ട്. കുറച്ച് ഭാഗത്തായിട്ട് തന്നെ ഈ പറഞ്ഞതിൻ്റെ തൊട്ട് തന്നെ 6 വാൾ ബ്ലോക്ക് ഉയർത്തി വെച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് ഈ ഒരു ഭാഗത്തെ കാഴ്ചകൾ. ഇപ്പോൾ 2 മാസത്തിന് ശേഷമാണ് നമ്മളിപ്പം
ഈ നീണ്ടകര പാലം മുതൽ കരുനാഗപ്പള്ളി കന്നേറ്റി പാലത്തിൻ്റെ അടുത്ത് വരെ ചെയ്യുന്നത്. വലിയ രീതിയിലുള്ള മാറ്റങ്ങളൊന്നുമില്ല. ഇപ്പം 2 മാസമായി നമ്മൾ ഈ ഒരു ഭാഗത്ത് ചെയ്തിട്ട്, പിന്നെയും ഒരുപാട് ആൾക്കാർ കാത്തിരിക്കുന്നുണ്ട്. എന്തായി, എവിടെ വരെയായി എന്ന് ആഗ്രഹിക്കുന്ന കുറേ കൂട്ടം പ്രവാസികളുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ വീണ്ടും ഈ ഒരു ഭാഗത്ത് ചെയ്യുന്നത്. അപ്പം ചെയ്തില്ലെങ്കിലും പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ ആൾക്കാർക്ക് ചിലപ്പം മനസ്സിലാവത്തില്ല. അപ്പം നമ്മൾ കാണിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. ഇവിടെ ഈ വളവ് വരുന്ന ഭാഗത്തെ ഇടത്തെ സൈഡിൽ സർവീസ് റോഡിൻ്റെ പണി കുറച്ച് കഴിഞ്ഞതായിട്ട് നമുക്ക് കാണാൻ പറ്റും. വലതു ഭാഗത്തെ സർവീസ് റോഡിൻ്റെ പണി കുറേ നാളിന് മുമ്പേ കഴിഞ്ഞതാണ്. അത് നമ്മുടെ പഴയ വീഡിയോയിലും അത് കണ്ടിട്ടുള്ളതാണ്. പിന്നെ നമ്മളിങ്ങി വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുത്തൻതുറ അണ്ടർപാസിൻ്റെയൊക്കെ നിർമ്മാണം നടക്കുന്ന ഭാഗം കഴിഞ്ഞ് ചിന്നി വരുന്നത് ചവറയിലോട്ടാണ് വരുന്നത്. ചവറ പാലത്തിൻ്റെ നിർമ്മാണം നടക്കുന്ന ഭാഗത്തോട്ടാണ് വരുന്നത്. ഒരു സ്ഥിരമായിട്ടിപ്പം പണി കുറച്ചെങ്കിലും നടക്കുന്നത് ചവറ പാലത്തിൻ്റെ അടുത്തായിട്ടാണ് ഈ പണി നടക്കുന്നത്. നമുക്കിപ്പം നോക്കിക്കഴിഞ്ഞാൽ ചവറ പാലം കയറ്റം കയറാൻ പോവുകയാണ്. വലതുഭാഗത്തായിട്ടാണ് അവർ ആദ്യമേ ആറിവാൾ പാനൽ ഉപയോഗിച്ച് മണ്ണിട്ട് ഫില്ല് ചെയ്യുന്ന പണി തുടങ്ങിയത്. ഇപ്പം ഇടതുഭാഗത്ത് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ, അതായത് ആറിവാൾ ബ്ലോക്ക് ഉയർത്താൻ പോകുന്ന പണി ഇടതുഭാഗത്തും ഈ ഒരു സ്ഥലത്തായിട്ട് തുടങ്ങിയിട്ടുണ്ട്. വലതുഭാഗത്തും ഇവിടെ ഇപ്പം സർവീസ് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കുറച്ച് കഴിയാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ടുള്ള മണ്ണൊക്കെ ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. പിയറിൻ്റെയും ഒക്കെ നിർമ്മാണം താണ്ടി ഈ കാണുന്ന രീതിയിലായിട്ടാണ് കഴിഞ്ഞിട്ടുള്ളത്. ഇനി പിയർ ക്യാപ്പിൻ്റെയൊക്കെ നിർമ്മാണം നടക്കാനുണ്ട്. വലതുഭാഗത്തായിട്ട് നോക്കിക്കഴിഞ്ഞാൽ സർവീസ് റോഡിൻ്റെ നിർമ്മാണം കുറച്ച് ഈ സൈഡിലായിട്ടും വലത്തേ സൈഡിലായിട്ടും കഴിഞ്ഞതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. നേരെ മുമ്പോട്ട് ഇറങ്ങി വരികയാണ് നമ്മൾ. നേരെ ചവറ ബസ് സ്റ്റാൻഡ് നിന്നിരുന്ന സ്ഥലമാണ്. ബസ് സ്റ്റാൻഡ് ഇനി എവിടെ വരുന്നതെന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് എനിക്കറിയത്തില്ല. ഇവിടെ എവിടെയോ കുറച്ച് സ്ഥലം ഏറ്റെടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് കുറേയൊക്കെ അപകടം ഉണ്ടായിട്ടുണ്ട്. 2-3 ഒരാളെങ്ങാണ്ട് ഈ ഒരു ഭാഗത്ത് ഒരു 2 മാസത്തിന് മുമ്പേ എങ്ങാണ്ട് മരണപ്പെട്ടിട്ടുണ്ട്. അതിന് ശേഷം ഒരുപാട് അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ചവറ പാലം കഴിഞ്ഞിട്ട് നേരെ നമ്മൾ കൊറ്റംകുളങ്ങര ക്ഷേത്രത്തിൻ്റെ അടുത്തായിട്ടുള്ള അണ്ടർപാസിൻ്റെ അടുത്തോട്ടാണ് ഇപ്പം നമ്മൾ അടുത്തുകൊണ്ടിരിക്കുന്നത്. അവിടെയും പണി ഇനിയും ചെയ്ത് തീർക്കാൻ ഒരുപാട് ബാക്കിയുണ്ട്. പണി ഒരുപാട് നടക്കാൻ ബാക്കിയുണ്ട്, തുടങ്ങിയിട്ടില്ല. അണ്ടർപാസിൻ്റെ നിർമ്മാണം കഴിഞ്ഞിട്ട് 2 സൈഡിലും സർവീസ് റോഡ് വഴിയാണ് വാഹനങ്ങൾ കുറച്ച് കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം വേറെ മാറ്റങ്ങളൊന്നും ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് നോക്കുമ്പോൾ കാണുന്നില്ല. കുറച്ച് സർവീസ് റോഡിൻ്റെ നിർമ്മാണമാണ് 2 സൈഡിലുമായിട്ടൊക്കെ കഴിഞ്ഞിരിക്കുന്നത്. അതും കുറച്ച് നീളത്തിലൊക്കെ ആയിട്ടാണ് ചെയ്ത് തീർത്തിരിക്കുന്നത്. അത് ഇവിടെ ഒരു ബ്രിഡ്ജ് കൾവർട്ടിൻ്റെ നിർമ്മാണം കൂടി ഈ ഒരു കാണുന്ന ഭാഗത്തായിട്ട് ചെയ്ത് തീർക്കാനുണ്ട്. നമ്മളിനി കൊറ്റകുളങ്ങര കഴിഞ്ഞേച്ച് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലെഴുത്ത് മുക്ക് വരുന്ന ഭാഗത്തേക്കാണ് വരുന്നത്. 2 സൈഡിലും ഡ്രൈനേജിൻ്റെ പണി കുറച്ച് പൂർത്തിയായിട്ടുണ്ട്. ചെയ്ത് തീർക്കാനുള്ള ഭാഗം ഉണ്ടായിരുന്ന സ്ഥലത്തൊക്കെ ചെയ്ത് തീർത്ത് തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് മുമ്പോട്ട് വരുമ്പം പിന്നെ കുറേ നാളിന് മുമ്പേ ചെയ്ത് തീർത്തതാണ് ഇവിടത്തെയൊക്കെ കുറച്ച് പണികൾ. എന്നാലും നോക്കിയേ, ഇവിടെ ഇടത്തെ സൈഡിൽ സർവീസ് റോഡ് ഇനിയും പണികളൊക്കെ ബാക്കി കിടക്കാറുണ്ട്. നമ്മൾ KMML ഈ പ്രാവശ്യവും സ്കിപ്പ് ചെയ്ത് വിടുകയാണ്. കാരണം KMML ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഡ് സോണാണ്. നമുക്കവിടെ ഡ്രോൺ ഫ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. അപ്പം KMMLൻ്റെ വീഡിയോ ആ ഒരു ഭാഗത്തെ അണ്ടർപാസിൻ്റെയും ആ ചുറ്റുപാടുള്ള കാഴ്ചകൾ ബസ്സിനകത്ത് വെച്ച് കാണിച്ചു തരാം. ഇവിടെ വലതുഭാഗത്ത് കുറച്ച് സർവീസ് റോഡിൻ്റെ നിർമ്മാണം കുറച്ച് കഴിഞ്ഞിരിക്കുന്നത് കാണാൻ പറ്റും. പിന്നെ കുറേ പൈപ്പൊക്കെ ഈ ഒരു ഭാഗത്തായിട്ട് കൊണ്ടുവന്ന് ഇറക്കിയിട്ടിട്ടുണ്ട്. നേരെ നമ്മൾ നല്ലെഴുത്തുമുക്ക് കഴിഞ്ഞ് ശങ്കരമംഗലം ഭാഗത്തായിട്ടാണ് വരുന്നത്. പിന്നെ അത് കഴിഞ്ഞ് ചവറ പോലീസ് സ്റ്റേഷൻ്റെ മുമ്പിലായിട്ടുള്ള അണ്ടർപാസിൻ്റെ നിർമ്മാണം നടക്കുന്ന ഭാഗത്തേക്കാണ് അടുത്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി പണി ഈ ഒരു ഭാഗത്തായിട്ട് നടന്നിട്ടുണ്ട്. നമുക്കതിൻ്റെ അത് കാണാൻ പറ്റും. ഇടത് ഭാഗത്ത് സർവീസ് റോഡിൻ്റെ നിർമ്മാണം കുറച്ച് പുരോഗമിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ അണ്ടർപാസിന് വേണ്ടിയിട്ട് കുറേ മണ്ണ് കൊണ്ടുവന്നിട്ട് ഉയർത്തിയിട്ടുണ്ട്. അപ്പുറത്തും ഇപ്പുറത്തും അത്യാവശ്യം നല്ല രീതിയിൽ കൊണ്ടുവന്ന് ഉയർത്തിയിരിക്കുന്നത് കാണാൻ പറ്റും. നമ്മൾ KMML സ്കിപ്പ് ചെയ്തിട്ട് നമ്മളിപ്പം പന്മന ക്ഷേത്രത്തിൻ്റെ അടുത്തായിട്ടാണ് എത്തിയിരിക്കുന്നത്. KMML അണ്ടർപാസ് കഴിഞ്ഞ് വരുന്ന ഭാഗത്തായിട്ടാണ് എത്തിയിരിക്കുന്നത്. KMML ഭാഗം കുറച്ച് ദിവസത്തിന് ശേഷം നമ്മൾ വേറെ ഏതെങ്കിലും ഒരു വീഡിയോ ചെറിയ ഏതെങ്കിലും വീഡിയോ ചെയ്യുമ്പോൾ അതിനകത്ത് ഉൾപ്പെടുത്തുന്നതായിരിക്കും. നേരെ നമ്മളിഞ്ഞ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടപ്പള്ളിക്കോട്ടയിലോട്ടാണ് വരുന്നത്. ഇടപ്പള്ളിക്കോട്ട എത്തുന്നതിന് മുമ്പ് പന്മന ക്ഷേത്രത്തിൻ്റെ ഒരു ഭാഗം കഴിഞ്ഞ് വരുമ്പം
ഇടതുഭാഗത്തായിട്ട് നോക്കിക്കഴിഞ്ഞാൽ സർവീസ് റോഡിൻ്റെ നിർമ്മാണം കുറച്ച് നടന്നതായിട്ട് കാണാൻ പറ്റും. ഇടത്തെ സൈഡിൽ കുറച്ച് ടാറിങ് വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട്. വലതുഭാഗത്ത് ഇനിയും ഒരുപാട് പണികൾ പുരോഗമിക്കാനുണ്ട്. 6 വരിപ്പാതയുടെ തന്നെ പണികൾ ഈ ഒരു ഭാഗത്തായിട്ട് പുരോഗമിക്കാനുണ്ട്. ക്രാഷ് ബാരിയറുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ ഒരു ഭാഗത്തായിട്ട് പുരോഗമിച്ചിട്ടില്ല. കാരണം ഇപ്പോഴും ഒരു പ്രതീക്ഷയിലുണ്ട് ഇവിടെ ഒരു അണ്ടർപാസ് വരും എന്നുള്ളത്. പക്ഷേ അതിൻ്റെ മണ്ണ് മാറ്റി തുടങ്ങിയിട്ടുള്ള പരിപാടി ഇതുവരെയായിട്ടും തുടങ്ങിയിട്ടില്ല. ഇവിടെ ഏതാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്ന ഭാഗത്ത് നമുക്കിപ്പം സർവീസ് റോഡിൻ്റെ പണി ചെയ്ത് വെച്ചിരിക്കുന്നത് കാണാൻ പറ്റും. അതിന് വേണ്ടിയിട്ടുള്ള പണി ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ നീണ്ടകരയിൽ ഇവിടെ വരെ വരുമ്പം കണ്ട കാഴ്ചകൾ കൂടുതലും സർവീസ് റോഡിൻ്റെ നിർമ്മാണമാണ് കൂടുതലും കണ്ടത്. ഇനിയും നമ്മൾ മുമ്പോട്ട് പോകുമ്പം കാണുന്നത് സർവീസ് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളായിരിക്കും കൂടുതൽ കാണാൻ പോകുന്നത്. അതുകൊണ്ട് ഇവിടെയും സർവീസ് റോഡിൻ്റെ നിർമ്മാണം തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പണികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു ബ്രിഡ്ജ് കൾവർട്ടിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഭാഗികമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. മുമ്പോട്ട് വരുമ്പം മെയിൻ 6 വരിപ്പാതയിൽ പണികളും കുറച്ച് ഈ ഒരു ഭാഗത്തായിട്ട് നടത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ എടപ്പള്ളിക്കോട്ട കഴിഞ്ഞിട്ട് നേരെ ഇനി വരുന്നത് വെറ്റമുക്ക് ഭാഗത്തേക്കാണ് വരുന്നത്. അവിടെയാണ് ചെറിയൊരു അണ്ടർപാസിൻ്റെ നിർമ്മാണം നടക്കുന്നത്. അണ്ടർപാസിൻ്റെ കോൺക്രീറ്റ് വർക്കുകളൊക്കെ കഴിഞ്ഞ് കിടക്കുകയാണ്. പിന്നെ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ടുള്ള അപ്രോച്ച് റോഡിന് വേണ്ടിയിട്ടുള്ള മണ്ണിട്ട് ഫില്ല് ചെയ്ത് വരുന്ന പണിയാണ് ഉള്ളത്. അതുകൊണ്ട് ഇവിടെ ഒരു ബ്രിഡ്ജ് കൾവർട്ടിൻ്റെ നിർമ്മാണം നടക്കാനുണ്ട്. മണ്ണിട്ട് ഫില്ല് ചെയ്ത് വരുന്ന പണി ഈ ഒരു ഭാഗത്തായിട്ട് വളരെ പതുക്കെയാണ് നടക്കുന്നത്. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറേ നാളിന് മുമ്പേ കണ്ടതും അതിന് മുമ്പേ കണ്ടിട്ടുള്ള വീഡിയോയിലെല്ലാം തന്നെ ഇതേപോലെ തന്നെ കിടക്കുകയാണ്. കുറച്ച് എനിക്ക് തോന്നിക്കുന്ന ഒരു 10 ലോഡ് കൊണ്ടുവന്നിടും. പിന്നെ കുറച്ച് മാസത്തിന് ശേഷമാണ് ഇവിടെ പിന്നെ അടുത്ത ലോഡ് മണ്ണ് കൊണ്ടുവന്നിടുന്നതെന്നാണ് തോന്നുന്നത്. അതേപോലെയുള്ള പണിയാണ് ഈ ഒരു ഏരിയയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതാണ്ട് ഇവിടെ ഒരു ബ്രിഡ്ജ് കൾവർട്ടിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. വെറ്റമുക്ക് കഴിഞ്ഞിട്ട് നമ്മളിനി നേരെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറ്റിവട്ടം ഭാഗത്തേക്കാണ് വരുന്നത്. കുറ്റിവട്ടം ഭാഗത്തും ചെറിയൊരു അണ്ടർപാസിൻ്റെ നിർമ്മാണമാണ് കോൺക്രീറ്റ് കഴിഞ്ഞ് കിടക്കുന്നത്. ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയും ക്രാഷ് ബാരിയറിനകത്ത് വെള്ളയും കറുപ്പും പെയിൻ്റ് അടിച്ച് വെച്ചിട്ടുണ്ട്. അവിടെ തന്നെ നമുക്ക് നനഞ്ഞ് കിടക്കുന്ന മണ്ണും കാണാൻ പറ്റും. ഒരു വാഹനം, വലിയ വാഹനം അതുവഴി ആ സൈഡിൽ കൂടി സ്പീഡിൽ പോയി കഴിഞ്ഞാൽ അവിടെ ആ ഒരു പെയിൻ്റ് അടിച്ചിരിക്കുന്ന ഭാഗം അത് കുളമായി പോകും. വീണ്ടും വന്ന് പെയിൻറ് ചെയ്യേണ്ടി വരും. നേരെ മുമ്പോട്ട് വരുന്നിടത്ത് കോൺക്രീറ്റ് വർക്കുകൾ കഴിഞ്ഞിട്ട് കുറച്ച് മണ്ണ് കൊണ്ടുവന്ന് ഈ ഒരു ഏരിയയിൽ കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ട്. നിരത്തി വലുതായിട്ട് തുടങ്ങിയിട്ടില്ല. കുറച്ച് ഭാഗത്തായിട്ട് നിരത്തി കഴിഞ്ഞതാണ് നമ്മൾ കാണുന്നത്. ആറിവാൾ ബ്ലോക്ക് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. 4 ഭാഗത്തും ആറിവാൾ ബ്ലോക്ക് കുറച്ച് ഉയർത്തിയിട്ട് മണ്ണിട്ട് ഫില്ല് ചെയ്ത് വരുന്ന പണിയും ഈ ഒരു ഭാഗത്തായിട്ട് കുറേ നാളിന് മുമ്പേ കഴിഞ്ഞതാണ്. ഇവിടെയും പിന്നെ മുമ്പോട്ട് നേരെ വരുന്നത് കന്നേറ്റി ഭാഗത്തേക്കാണ് വരുന്നത്. ഇവിടെ വരുമ്പോഴും വലതുഭാഗത്തായിട്ട് നോക്കിക്കഴിഞ്ഞാൽ സർവീസ് റോഡിൻ്റെ പണി കുറച്ച് നീളത്തിലായിട്ട് ഇവിടെയും കഴിഞ്ഞിട്ടുണ്ട്. ഇടതുഭാഗത്തും അതേപോലെ തന്നെ ഇച്ചിരി കഴിഞ്ഞിരിക്കുന്നത് കാണാൻ പറ്റും. ക്രാഷ് ബാരിയറുടെ നിർമ്മാണവും ഈ ഒരു ഭാഗത്തായിട്ട് പുരോഗമിക്കാൻ ബാക്കിയുണ്ട്. കുറച്ച് നീളത്തിലൊക്കെ ആയിട്ടാണ് ക്രാഷ് ബാരിയറുടെ നിർമ്മാണവും ഈ ഒരു ഏരിയയിൽ കഴിഞ്ഞിരിക്കുന്നത്. വലതുഭാഗത്തായിട്ട് നമ്മൾ കുറ്റിവട്ടം പെട്രോൾ പമ്പിൻ്റെ അടുത്തായിട്ട് തന്നെ സർവീസ് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ മെറ്റിലൊക്കെ കൊണ്ടുവന്നിട്ടിട്ടുള്ള പണി ഈ ഒരു ഭാഗത്തായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇടതുഭാഗത്തായിട്ട് ഇവിടെ ഇനിയും ഡ്രൈനേജിൻ്റെ പണിയൊക്കെ നടക്കാനുണ്ട്. നേരെ നമ്മളിനി വരുന്നത് കന്നേറ്റി പാലത്തിൻ്റെ അടുത്തായിട്ടാണ് വരുന്നത്. കരുനാഗപ്പള്ളി വരെ കിട്ടിയില്ല. നമുക്ക് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേവറം മുതൽ ഇവിടെ വരെ വീഡിയോ എടുത്തുകൊണ്ട് വരികയാണ്. നമ്മൾ ചാർജ് ചെയ്തിട്ടൊക്കെയാണ് ഇവിടെ വരെ എത്തിയത്. ഇവിടെ വരുമ്പം കുറച്ച് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ സർവീസ് റോഡിൻ്റെ ടാറിങ് വർക്കുകളൊക്കെ കുറച്ച് ഈ ഒരു ഏരിയയിലും കഴിഞ്ഞിട്ടുണ്ട്. കരുനാഗപ്പള്ളി ഓച്ചിറ മുതൽ കരുനാഗപ്പള്ളി വരെയുള്ള വീഡിയോയിൽ നമുക്ക് അതേപോലെ പൂർണ്ണമായിട്ട് എടുക്കാൻ പറ്റത്തില്ല. കാരണം അണ്ടർപാസുകളുടെയൊക്കെ ഏരിയയിലായിട്ടാണ് കുറച്ച് പണി നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ കരുനാഗപ്പള്ളി ഫ്ലൈ ഓവറുണ്ട്. ഇതിനിടയ്ക്ക് പിന്നെ വലിയ പണിയൊന്നുമില്ല. പ്രധാനപ്പെട്ട ചങ്ങംകുളങ്ങര, വവ്വാക്കാവ്, പുതിയകാവ് ആ ഒരു അണ്ടർപാസിൻ്റെയൊക്കെ നിർമ്മാണമാണ് ഇപ്പം മണ്ണിട്ട് ഫില്ല് ചെയ്ത് വരുന്ന പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഫ്ലൈ ഓവറുണ്ട്. നമ്മൾ നേരെ കന്നേറ്റി പാലത്തിൻ്റെ അടുത്തെത്തി. ഇവിടെ വരെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അടുത്ത നമ്മുടെ കരുനാഗപ്പള്ളി വീഡിയോയ്ക്കകത്ത് നമ്മൾ ഇവിടെ വരെ ഉള്ളത് നമ്മൾ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ നീണ്ടകര പാലം മുതൽ കരുനാഗപ്പള്ളി കന്നേറ്റി പാലത്തിൻ്റെ അടുത്ത് വരെ ഉള്ളത്. KMML വീഡിയോ നമ്മൾ പിന്നെ കാണിക്കുന്നതായിരിക്കും. ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ വീഡിയോ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും എത്തും. കാത്തിരിക്കുക.